ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് കേസുകൾ ഉയരുകയാണ്. ഇതിനിടയിൽ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് ജപ്പാനിലെ പുതിയ ബാബ വാംഗ എന്നറിയപ്പെടുന്ന മാംഗ ആർട്ടിസ്റ്റ് റിയോ തുൽസ്കി പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടത്തിയ ഒരു പ്രവചനം വീണ്ടും ചർച്ചയാവുകയാണ്. കോവിഡ് മഹാമാരി, ഡയാന രാജകുമാരിയുടെ മരണം, ഫ്രെഡി മെർക്കുറിയുടെ മരണം തുടങ്ങിയ സംഭവങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പ്രവചനങ്ങളിലൂടെ പ്രശസ്തി നേടിയ ബാബ വാംഗ മാരകമായ വൈറസിന്റെ പുനരുജ്ജീവനത്തെക്കുറിച്ച് പ്രവചിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. 2030 ഒരു മാരകമായ വൈറസ് വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്ന് അവർ പ്രവചിച്ചിരുന്നത്രേ. 1999 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ഒരു ബുക്കിലാണ് ഈ പ്രവചനമുള്ളത്. ഒരു അജ്ഞാത വൈറസ് 2020 വരും. ഏപ്രിലിൽ അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയ ശേഷം അത് അപ്രത്യക്ഷമാകും. 10 വർഷത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടും എന്നായിരുന്നു ആ പുസ്തകത്തിലുള്ളതെന്നാണ് വിവരം. രാത്രിയിലെ തന്റെ പേടി സ്വപ്നങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത്. വൈറസ് ബാധയുടെ തിരിച്ചുവരവിൽ കൂടുതൽ ആഘാതങ്ങൾ ഉണ്ടാക്കുമത്രേ. വൈറസ് കൂടുതൽ ക്രൂരതയോടെ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും കൂടുതൽ ആളുകളെ കൊല്ലുകയും ആഗോള ആരോഗ്യ സംവിധാനങ്ങളെ ഒരിക്കൽ കൂടി തകർക്കുകയും ചെയ്യുമെന്നാണ് അവരുടെ പുസ്തകത്തിൽ പറയുന്നത്. ഇന്ത്യയിൽ കോവിഡ് കേസുകൾ കൂടി വരുന്നുണ്ടെങ്കിലും നിലവിൽ അണുബാധയുടെ തീവ്രത പൊതുവെ നേരിയതാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബെൽ അറിയിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിച്ചു വരികയാണ്. നിലവിൽ സംസ്ഥാനത്ത് 519 കേസുകളാണ് ഉള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് 3 പേർ മരിച്ചതായും മന്ത്രി സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം കോവിഡ് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു.